യുക്രൈനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈവശം ഇപ്പോഴും അമേരിക്ക നേരത്തെ നൽകിയ ആയുധങ്ങൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇന്നലെ ഉപയോഗിച്ച ഡ്രോണുകൾ പലതും അമേരിക്കൻ നിർമ്മിതമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ചർച്ച ഒരു വശത്തോടെ നടക്കുമ്പോൾ ആക്രമണം നടത്തുന്ന രീതി നേരത്തെ റഷ്യയാണ് നടത്തിയിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് യുക്രൈനും ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. യുക്രൈനിലെ നിരവധി പ്രദേശങ്ങൾ റഷ്യ പിടിച്ചെടുത്ത് തിരികെ നൽകില്ല എന്നുള്ളതും ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്ന മറ്റൊരു ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും ലോകത്തിനു മുന്നിൽ കീഴടങ്ങി നിൽക്കുന്ന ഒരു രാജ്യമായി തങ്ങൾക്ക് തുടരാൻ കഴിയുകയില്ല എന്നുള്ള ചിന്തയിൽ നിന്ന് തന്നെയായിരിക്കാം സെലൻസ്കി സൗദി അറേബ്യയിൽ ചർച്ച നടത്താൻ പോയ അതേ സമയത്ത് തന്നെ ഇത്രയും ശക്തമായ തോതിൽ, അതും യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും ശക്തമായ ആക്രമണം നടന്നത്. മോസ്കോയിലെ നിരവധി അമ്പർചുംബികളെ കെട്ടിടങ്ങൾക്ക് നേർക്കായിരുന്നു ഈ ഡ്രോണുകൾ പറന്നെത്തിയത്. പല കെട്ടിടങ്ങൾക്കും സാരമായ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. നിരവധി പാർപ്പിടങ്ങൾ തകർന്നിട്ടുണ്ട്. ഏതായാലും റഷ്യ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇത്രയും ശക്തമായ തോതിലുള്ള ഒരു ആക്രമണമാണ് രാത്രി നടന്നിരിക്കുന്നത്. റഷ്യ ഇതിനോട് എങ്ങനെ തിരിച്ചടിക്കും എന്നുള്ള കാര്യത്തിൽ ഇനിയും പ്രഖ്യാപനങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. നേരത്തെ സെലൻസ്കി വൈറ്റ് ഹൗസിൽ നിന്ന് പിണങ്ങി പുറത്തേക്ക് പോയി കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ യുക്രൈനിലെ ഒരു ആശുപത്രി റഷ്യൻ സൈന്യം ബോംബിട്ട് തകർത്തിരുന്നു. അത്രയും ക്രൂരമായ രീതിയിൽ തന്നെയാണ് റഷ്യ, അതല്ലെങ്കിൽ അവിടുത്തെ പ്രസിഡന്റ് പുടിൻ യുക്രൈനോട് പെരുമാറുന്നത്. എപ്പോഴും ഒരു സാമന്ത രാജ്യമാണ് നിങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ് റഷ്യയും അമേരിക്കയും ഒക്കെ തന്നെ ഇപ്പോൾ യുക്രൈനോട് പെരുമാറുന്നത്. തങ്ങൾ അത്ര ചെറിയ രാജ്യമല്ല, തങ്ങൾക്കും ശക്തിയുണ്ട് എന്ന് തെളിയിക്കാനുള്ള ഒരു മികച്ച അവസരമായിരുന്നു ഇത്തരത്തിൽ മോസ്കോയിലേക്ക്, റഷ്യയുടെ തലസ്ഥാനത്തേക്ക് തന്നെ യുക്രൈൻ ഇത്രയും വലിയൊരു ആക്രമണം നടത്തിയത്.